പറഞ്ഞു. പറഞ്ഞില്ലേ പരിപാടി ഇനി 1.5 മണിക്കൂർ നടക്കണ്ടേ? സിക്കിം. വെരി നൈസ് ടു മീറ്റ് യു. എന്താ അടിപൊളിയല്ലേ, ഫുൾ കോടയാണ് ഗൈസ്. ചിറാപ്പുഞ്ചിയിലും മഴ പെയ്യുന്ന കണ്ടിട്ടുണ്ടോ? എന്നാ കണ്ടോ? ഇവിടെ എൻട്രൻസ് വൈകുന്നേരം 5 മണി വരെ ഉണ്ടാവുള്ളൂ കേട്ടോ. 5 മണിക്ക് ശേഷം ആരെയും ഉള്ളിലേക്ക് പ്രവേശനമൊന്നും ഇല്ലാന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് നേരെ ഇനി ഞായറാഴ്ച ദിവസം വരാനും പാടില്ല. ഞായറാഴ്ച ദിവസം ഇവിടെ അടുത്ത് ഇവിടെയൊന്നുമില്ല. അപ്പോൾ നമുക്കെന്തായാലും ഉള്ളിലേക്ക് പോവാം. നമുക്ക് 3500 സ്റ്റെപ്സ് താഴേക്ക് ഇറങ്ങി വേണം നോൺ ഗ്രേറ്റ് എന്ന് പറയുന്ന വില്ലേജിലേക്ക് എത്താനായിട്ട്. അതുപോലെ തന്നെ തിരിച്ചും ഈ റൂട്ടിലാണ് നമുക്ക് തിരിച്ച് വരേണ്ടത്. ഇത്രയും പടികൾ നമുക്ക് തിരിച്ച് മേളിലേക്ക് കയറേണ്ടതുണ്ട്. സോ ഇങ്ങോട്ടേക്ക് വരുന്നവർ ലഗേജ് അധികം ഒന്നും എടുത്ത് വരരുത്. അത്യാവശ്യത്തിനുള്ള കഴിക്കാനുള്ള സ്നാക്സോ ആവശ്യത്തിന് വെള്ളവും അത്യാവശ്യത്തിനുള്ള സാധനങ്ങൾ മാത്രം എടുത്തിട്ട് വേണം ഈ ഒരു ട്രക്കിങ്ങിന് ഇറങ്ങാൻ വേണ്ടിയിട്ട്. പിന്നെ അത്യാവശ്യം കട്ടിയുള്ള ഷൂസ് എന്തെങ്കിലും ഇടാൻ മറക്കരുത്. അപ്പം ഞാൻ എന്താ നടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. 3500 സ്റ്റെപ്സ് താഴേക്ക് നമുക്കിനി ഇറങ്ങണം. ഇത് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരിക്കും. ഇപ്പം പിന്നെ വലിയ മഴയും ഇല്ല, അത്രത്തോളം അങ്ങനെ വെയിലുണ്ടെങ്കിലും അത്ര ചൂടില്ല. നമ്മുടെ നാട്ടിൽ അത്രത്തോളം ചൂടൊന്നും ഇല്ല ഇവിടെ വഴിക്കൊക്കെ നമുക്ക് ആവശ്യത്തിന് ഡ്രിങ്ക്സും അതുപോലെ തന്നെ സ്നാക്സൊക്കെ കിട്ടുന്ന ഷോപ്സൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ കയ്യിൽ പൈസ കുറച്ച് കരുതി വെക്കുക. ഗൂഗിൾ പേ ആയിട്ട് വരുന്നത് അത്ര എപ്പോഴും നമുക്ക് പോസിബിൾ ആവണമെന്നില്ല. കുത്തനുള്ള സ്റ്റെപ്പൊക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇവർ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പ്രകൃതിയെ വേസ്റ്റ് ഒന്നും ആക്കാത്ത രീതിയിൽ വേസ്റ്റ് ബാസ്കറ്റൊക്കെ എല്ലായിടത്തും വെച്ചിട്ടുണ്ട് ഗൈസ്. ഇവിടേക്ക് വരാനായിട്ട് പണ്ട് ഇവിടുത്തെ ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഗവൺമെൻറ് റോഡ് വെച്ച് നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെയുള്ള ആൾക്കാരുടെ വരുമാനം നിന്ന് പോകുമെന്ന് കരുതിയിട്ട് ഇവർ തന്നെ നടന്നോളാമെന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെ റോഡൊന്നും ഇവിടെ ഉണ്ടാക്കാത്ത. ഇവർ ഇങ്ങനെ ഇപ്പോഴും സ്റ്റെപ്പായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഒരു ടൂറിസ്റ്റ് സ്പോട്ട് പോലെ ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇവിടെ ആൾക്കാർ താമസിക്കുന്നുണ്ട്. അപ്പോൾ അവർക്കിപ്പോൾ വീട് വയ്ക്കാനായാലും സാധനങ്ങളൊക്കെ കടകളിലേക്ക് കൊണ്ടുപോകാനായാലും എല്ലാം സാധനങ്ങൾ തലയിൽ ചുവന്ന് വേണം ഇതുപോലെ 3500 പടി ഇറങ്ങി കയറി പോകാനായിട്ട്. എന്തായാലേ നമുക്കിതൊക്കെ വല്ലപ്പോഴും കിട്ടുന്ന ഒരു തവണത്തെ എക്സ്പീരിയൻസ് ആണ്. ഈ സംഭവം ചില്ലറ കാര്യമൊന്നുമല്ല കേട്ടോ. കാരണം നമ്മളെ കാലൊക്കെ ഇപ്പോൾ ഇറങ്ങാൻ നേരത്തെ തന്നെ നല്ലപോലെ വിറയ്ക്കുന്നുണ്ട്. ഇടി വെട്ടുന്ന സൗണ്ടാണ്. എൻ്റെ അമ്മോ, എപ്പോഴും മഴ പെയ്യുമെന്ന് പറയാൻ പറ്റില്ല. ഇതാണ്ടല്ലേ ആ കാണുന്നതാണ്, എനിക്ക് തോന്നുന്നത് ആ കാണുന്നതാണ് നോൺ ഗ്രേറ്റ് വില്ലേജ്. അവിടം വരെ നമുക്ക് പോകാനുള്ളതാണ് കേട്ടോ. അവിടെ ഹോം സ്റ്റേയും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഷോപ്പും എല്ലാം ഉണ്ട്. അയ്യോ ഇവരെല്ലാം എന്താ ഇറങ്ങിയിരുന്നുണ്ടോ? മലയാളിയില്ലേ? ഓക്കെ. അങ്ങനെ ഇടയ്ക്ക് റെസ്റ്റൊക്കെ എടുത്ത് പോവാണ് ഗൈസ്. ഇവിടെ വന്നിരുന്നപ്പോഴത്തേക്കും കണ്ടില്ലേ, ഇവിടെ ഇരുന്ന ഒരു കൂളിംഗ് ഗ്ലാസ് ആരോ വെച്ചിട്ട് മറന്നുപോയതാണ്. താഴേക്ക് പോകുമ്പോൾ ചോദിച്ചു നോക്കാം. ഇല്ലയെന്നുണ്ടെങ്കിൽ ആരും ഉടമസ്ഥയിലില്ലാന്നുണ്ടെങ്കിൽ ഈ സാധനം ഞാൻ എടുക്കുകയാണ്. കൊള്ളാം അല്ലേ? കൊള്ളാം. ഗൈസ് ഇപ്പോൾ അരമണിക്കൂർ കൂടുതലായി നടക്കാൻ തുടങ്ങിയിട്ട്. കറക്റ്റ് നോക്കട്ടെ. കറക്റ്റ് അരമണിക്കൂർ കഴിഞ്ഞു. ഇപ്പോൾ ഫസ്റ്റ് ചെക്ക് പോയിന്റ് പോലത്തെ ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇനി എത്ര ദൂരം നടക്കണമെന്ന് അറിഞ്ഞൂടാ. കാലൊക്കെ നല്ലപോലെ വിറയ്ക്കുന്നുണ്ട്. അത് നമുക്ക് ആരായാലും നടക്കുന്ന സമയത്തെ സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യമല്ലാത്തതുകൊണ്ട് എന്തായാലും ഒരു വിറയിൽ ഫീൽ ചെയ്യും. അതൊക്കെ റെസ്റ്റൊക്കെ എടുത്ത് കുറച്ചായിട്ട് വെള്ളം കുടിച്ച് നടന്നാൽ മതി. നമ്മൾ ചെറിയൊരു ചെക്ക് പോയിന്റ് പോലെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് കയറിയിട്ട് വേണം അടുത്ത് ഡബിൾ ട്രക്കർ ബ്രിഡ്ജ് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ സിംഗിൾ ട്രക്കർ ബ്രിഡ്ജ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഒരു 3 മിനിറ്റ് നടന്നാൽ മതി. ഇതുവഴിയൊക്കെയാണ് നമ്മൾ പല വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഈ ഒരു സ്ഥലം. ആണല്ലേ? ഓക്കെ, നേരെ ഞാനിനി സിംഗിൾ റൂട്ട് ബ്രിഡ്ജിലേക്ക് പോകാനുള്ള പരിപാടിയാണ്. നമ്മൾ ഡബിൾ റൂട്ട് ബ്രിഡ്ജിലേക്ക് പോകുന്ന സമയത്തും അവിടെയും സിംഗിൾ റൂട്ട് ബ്രിഡ്ജൊക്കെ ഉണ്ട്. പക്ഷേ ഏറ്റവും ലെങ്തി ആയിട്ടുള്ളത് ഇതാണ്. അപ്പോൾ അവിടേക്ക് ഇവിടെ നിന്നൊരു 3 മിനിറ്റെന്ന് എഴുതി വെച്ചേക്കണം. നമുക്കൊരു 10 മിനിറ്റിനുള്ളിൽ എടുക്കും. ഇതുപോലെ ഇവിടെ വീടൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെയുള്ള വില്ലേജിലെ വീടൊക്കെയാണല്ലേ. ഈ റോ മെറ്റീരിയൽസ് എല്ലാം, വീടുണ്ടാക്കാനുള്ള സാധനങ്ങളെല്ലാം ഇതുവഴി നടന്ന് തലച്ചുമടായിട്ട് എത്തിക്കുന്ന സാധനങ്ങളൊക്കെയാണ് കേട്ടോ.
കണ്ടോ, ഇവിടെ നിന്ന് റൈറ്റ് പിടിച്ച് പോവാം. ഇതാണ് സിംഗിൾ റോഡ് ബ്രിഡ്ജിലേക്കുള്ള ടിക്കറ്റ് കൗണ്ടർ. ഇതാണ്ടല്ലേ, ഇവിടേക്കാണ് നമുക്ക് പോകേണ്ടത്. ഇവിടെ മാത്രമേ നമുക്ക് ടിക്കറ്റ് ആയിട്ട് നമുക്ക് എടുക്കാനുള്ളൂ. കറക്റ്റ് ഒരു 2-3 മിനിറ്റിനുള്ളിൽ തന്നെ നമ്മൾ ആ സ്ഥലത്തെത്തി കേട്ടോ. ഇതാണ് റോഡ് ബ്രിഡ്ജ്. ഇത് മേഘാലയയിലെ തന്നെ ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ടുള്ള സിംഗിൾ റോഡ് ബ്രിഡ്ജാണ് കേട്ടോ. പിന്നെ അപ്പുറത്തുള്ള ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനകത്തോടെ ആൾക്കാർക്ക് പണി എന്ന് പറയുമ്പോഴത്തേക്കും ഇത് സെറ്റാവാൻ സമയമെടുക്കും. ഈ റോഡ് ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇത് 15-20 വർഷത്തോളം എടുത്തിട്ട് ഒരു നദിയുടെ 2 സൈഡിൽ നിന്നുള്ള ആൽമരങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ട് പണ്ടത്തെ ആൾക്കാർ വെച്ച് പിടിപ്പിച്ചതിന് ശേഷം അത് വളർന്നതിന് ശേഷം അതിൻ്റെ 2ൻ്റെയും വേരുകൾ തമ്മിൽ ഒരു കയറുകൊണ്ട് ബന്ധിപ്പിക്കുകയും അങ്ങനെ കയറുകൾ പല ആവർത്തി ബന്ധിപ്പിച്ചതിന് ശേഷം 15-20 വർഷത്തോളം എടുത്തിട്ട് അങ്ങേറ്റം സ്ട്രോങ് ആയിട്ട് മാറും ഈ ഒരു ബ്രിഡ്ജ്. പിന്നെ അത് ബ്രിഡ്ജായിട്ട് രൂപപ്പെടും. പിന്നെ അതിലിങ്ങനെ പലകളൊക്കെ ഇട്ടിട്ടാണ് നമ്മളിതാ പോകേണ്ടതാണ്. ഒരേ സമയം 5 പേരിൽ കൂടുതൽ ആൾക്കാർ ഇതിനകത്തേക്ക് കയറരുതെന്നും പറയുന്നുണ്ട്. കണ്ടില്ലേ, ഏകദേശം നമ്മളിതാ റോഡ് ബ്രിഡ്ജിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. കേട്ടോ, ഇതാണ് റോഡ് ബ്രിഡ്ജ്. താഴേക്ക് നോക്കുമ്പോൾ നല്ല ബ്രെത്ത് ടേക്കിംഗ് ആയിട്ടുള്ള വ്യൂസൊക്കെയാണ്. നല്ല അടിപൊളി വ്യൂസാണ്. കണ്ടോ, ചുറ്റും നല്ല ഹെവി ആയിട്ടുള്ള പാറകളാണ് കേട്ടോ. മലകൾ എന്ന് തന്നെ പറയാണ്ടില്ല, മലകളും പാറകളൊക്കെയാണ് ഇവിടെ. കുലുങ്ങുന്നുണ്ട്. കണ്ടില്ല, ഇതുപോലെ കയർ കൊണ്ടൊക്കെ അങ്ങാറ്റം വരെ ബന്ധിപ്പിക്കുന്ന തരത്തിലാണ് ആദ്യം ഇത് ഉണ്ടാക്കുന്നത്. ഇതൊക്കെ വേരുകളാണ്. ഇതൊക്കെ വേരുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ ക്രോസ് ആയിട്ട് ഇട്ടിട്ട് അതിൻ്റെ നടുക്ക് കൂടെ നമുക്ക് നടക്കാൻ പാകത്തിന് പലകൾ ഇട്ടിട്ടുണ്ട്. മെയിൻ്റെനൻസ് ഒക്കെ ചെയ്യണം കേട്ടോ ഇതിന് കൃത്യമായിട്ട്, അല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ പിന്നെ ഇതിന് ഡാമേജ് വരാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഇത് അങ്ങേറ്റം സ്ട്രോങ് ആണ്. ഒരു തവണ നമ്മൾ ഈ പ്രധാനപ്പെട്ട വേരുകളൊക്കെ രണ്ടും തമ്മിലൊന്ന് ബന്ധിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. പിന്നെ ഇങ്ങനെ ഈ ഒരു ആട്ടം ഉണ്ടാവും. പക്ഷേ കൊള്ളാം, ഒരു നാച്ചുറൽ എൻജിനീയറിംഗ് ആണിത്. കൗതുകത്തോടെ നമുക്ക് നോക്കി നിൽക്കാൻ പറ്റുന്നൊരു സാധനം. മേഘാലയയിൽ മാത്രമല്ല, നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിലെ ഓൾമോസ്റ്റ് ഒരുപാട് സ്ഥലങ്ങൾ, ഇപ്പോൾ അരുണാചൽ പ്രദേശ്, ആസാം, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ ഈ ഒരു റോഡ് ബ്രിഡ്ജസ് ഉണ്ട്. പക്ഷേ കൂടുതലുള്ളത് മേഘാലയയിലാണ്. ഏറ്റവും കൂടുതൽ ഫേമസ് ആയിട്ടുള്ളത്, ഏറ്റവും വലിയ സിംഗിൾ റോഡ് ബ്രിഡ്ജ് ഇതാണ്. പിന്നെ ഡബിൾ ട്രാക്കർ റോഡ് ബ്രിഡ്ജ് നമ്മൾ കാണാൻ വേണ്ടിയിട്ട് ഇപ്പോൾ എന്തായാലും അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. ആൽമരങ്ങളൊക്കെ ഉണ്ടില്ലേ, നല്ല സ്ട്രോങ് ആണ് കേട്ടോ. ഇതുപോലെ ഉണ്ട്. ഇതൊക്കെയാണ് ഏറ്റവും വലിയ വേര്. കണ്ടോ, ഇതൊക്കെ വേരുകളാണ്. ഇതൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുന്നതല്ല, വർഷങ്ങളുടെ പരിണാമം കൊണ്ട്, വളർച്ച കൊണ്ട് ഉണ്ടാകുന്ന നാച്ചുറലായിട്ടുള്ള പാലങ്ങളാണ് കേട്ടോ ഇത്. അയ്യോ, കുറച്ച് ടാസ്ക്കാണ്, എന്നാലും കുഴപ്പമില്ല. അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള വള്ളികളൊക്കെ ആയതുകൊണ്ട് പ്രശ്നമില്ല. കഴിച്ച് നമുക്ക് നദിയിൽ നിന്ന് നല്ല തണുത്ത വെള്ളം കളക്ട് ചെയ്യാം. ഇതാണ്ടില്ലേ, പണിയൊക്കെ നടക്കുന്ന വീടാണ്. നമുക്കിതാ ഇതിലൂടെ വേണം താഴേക്ക് പോകാനായിട്ട്. ഇവിടെ ഒരു പള്ളിയൊക്കെ ഉണ്ട്. എനിക്ക് മേഘാലയയിൽ വന്നപ്പോൾ കൂടുതലായിട്ട് മനസ്സിലാക്കാൻ പറ്റിയ കാര്യം എന്ന് പറഞ്ഞാൽ ഇവർ കൂടുതലും ക്രിസ്ത്യൻസാണ് കേട്ടോ. കാരണം എൻ്റെ അടുത്ത് പരിചയപ്പെട്ട ആൾക്കാരിൽ 2-3 പേര് എൻ്റെ അടുത്ത് പരിചയപ്പെട്ട് ആദ്യത്തെ 3 ചോദ്യം ചോദിക്കുന്നതിനിടയിൽ എന്നോട് ചോദിക്കുന്ന ഒരു കാര്യമാണ് ക്രിസ്ത്യനാണോ ഹിന്ദു ആണോ എന്നൊക്കെ. അപ്പോൾ കൂടുതൽ ആൾക്കാർ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഇവിടെ മേഘാലയ ഫുള്ള് നോക്കുമ്പോൾ കൂടുതൽ ആൾക്കാരും ക്രിസ്ത്യൻസാണ് കേട്ടോ. ഇവിടെ കൺസ്ട്രക്ഷൻ നടക്കുന്ന മറ്റൊരു വീട്. ഇതൊക്കെ എന്ന് പണി തീരുമെന്ന് എനിക്കറിഞ്ഞൂടാ. ഞാനിതിപ്പോൾ അങ്ങനെ പുഴയുടെ അവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു പാലമുണ്ട്. ഇത് എന്താണ്, റോഡ് ബ്രിഡ്ജൊന്നും അല്ലാത്ത ഇരുമ്പ് പാലമാണ്. കാരണം ഇത്രയും ലോങ്ങിൽ നമുക്ക് റോഡ് ബ്രിഡ്ജ് അത്ര പോസിബിളൊന്നുമല്ല, കുറച്ച് ലെങ്ത് കൂടുതലുണ്ട്. അപ്പോൾ ഇരുമ്പ് പാലം തന്നെ വേണം. കണ്ടില്ലേ, അപ്പോൾ ഈ ഒരു പുഴ ക്രോസ് ചെയ്താണ് നമുക്ക് അപ്പുറത്ത് വീണ്ടും പോകേണ്ടത്.
വെള്ളം ഇല്ല. ഗൈസ് ഇതിലൂടെ എത്ര പേർക്ക് പോകാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കണ്ടില്ല, നമ്മൾ കുറേ പേര് ഇതാ ഇങ്ങനെ പോകുന്നുണ്ട്. കണ്ടില്ല, നല്ല രസമുണ്ട്, നല്ല അഡ്വഞ്ചറാണ്. ഒരേ സമയം ഇപ്പം കൊച്ചുകുട്ടികൾ അല്ലെങ്കിൽ പേടിയുള്ളവരൊക്കെ ഉണ്ടാവില്ല, അവർക്കൊക്കെ. പക്ഷേ സേഫാണ്. അതായത് നമുക്ക് ഇത്രയും ടോപ്പിൽ വരെ നമുക്ക് നെഞ്ചിൻ്റെ ഈ ഭാഗം വരേക്കും ഇതുണ്ട്, പിടിക്കുന്ന ഗ്രില്ലുകളൊക്കെ ഉണ്ട്. പിന്നെ തറയിലേക്ക് നോക്കിക്കഴിഞ്ഞാണ്ടില്ലേ, താഴേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നല്ല അടിപൊളി വ്യൂ ആണ് ഗൈസ്. ഹായ് ഹായ് ബോലോ. Where are you from? I'm from Sikkim. Sikkim. Yeah. Very nice to meet you. Oh, nice to meet you. ഗൈസ് നമ്മുടെ ബാക്കിൽ നിന്ന് വരുന്ന സിക്കിമുകാരിയായ ക്ലൗഡിയ പറയുന്നത് മേഘാലയേക്കാളും കുറച്ചുകൂടെ കോൾഡാണ് സിക്കിമിലേക്ക്. അവിടേക്കൊക്കെ വരാനൊക്കെ എന്നെ ക്ഷണിക്കുന്നുണ്ട് കേട്ടോ. കാരണം നല്ല ഭംഗിയുള്ള പ്ലേസസ് ആണെന്ന് എനിക്കും അറിയാം. അപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ. ഓരോ ആൾക്കാരെ നമുക്കിങ്ങനെ പരിചയപ്പെടാൻ പറ്റും യാത്രയിൽ. ഇവിടെ എന്താ ഇനി മേലേക്കാണ്, ഇനി ഫുള്ള് കയറ്റമാണ് കഴിച്ചത്. ഇനി ഫുള്ള് കയറ്റമൊക്കെ കയറി ഒരുമാതിരി റോഡൊന്നും ഇല്ലാത്ത വല്ലാത്തൊരു സ്റ്റെപ്പൊന്നും ഇല്ലാത്ത വഴികളിലൂടെയൊക്കെ നമുക്ക് കയറണം. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഫുൾ കാടിനകത്താണ് കേട്ടോ. ഫുൾ കാടാണ്. മാപ്പിനകത്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് റേഞ്ചൊക്കെ ഉണ്ട്. എൻ്റെ എയർടെല്ലാണ് സിം, റേഞ്ചൊക്കെ കിട്ടുന്നുണ്ട്, ലൊക്കേഷനൊക്കെ അറിയാൻ പറ്റുന്നുണ്ട്. ഇവിടെ നിന്ന് കുറച്ചുകൂടെ ദൂരം നോക്കിക്കഴിഞ്ഞാൽ അടുത്താണ്. പക്ഷേ ഇങ്ങനെയൊക്കെയാണ്, ടാസ്ക് വഴിയാണ്, സമയമെടുക്കും. 1 മണിക്കൂറെങ്കിലും ഇനിയെങ്കിലും എടുക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ വലിയ കുഴപ്പമില്ലാത്തൊരു സ്ഥലത്തൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. വരുന്ന യാത്രയിൽ പലരും ഛർദ്ദിക്കുന്നതും ഒക്കെ ഞാനിപ്പോൾ കണ്ടു. കാരണം വെച്ചാൽ എല്ലാവർക്കും ചിലപ്പോൾ സുപരിചിതമല്ലല്ലോ ഇത്. അപ്പോൾ പതുക്കെ റെസ്റ്റൊക്കെ എടുത്ത് നല്ലൊരു സമയമെടുത്ത് കൂളായിട്ട് തന്നെ ട്രാവൽ ചെയ്യുക കേട്ടോ. എൻ്റെ കൂടെയുള്ളവരൊക്കെ ഇങ്ങനെ ഫ്രണ്ടിൽ പോയി. അവരൊക്കെ സിംഗിൾ റൂട്ട് പിടിച്ച് കാണാൻ വന്നിട്ടില്ല, നമ്മളെ മാപ്പ് ഓഫ് കാട്ടാളനിലെ പിള്ളേരൊക്കെ. അപ്പോൾ അവർ നേരെ ഡബിൾ ഡക്കർ കാണാൻ വേണ്ടിയിട്ടാണ് പോയത്. അപ്പോൾ പിന്നെ ഞാനിപ്പോൾ ഒറ്റയ്ക്ക് തന്നെയാണ്. പിന്നെ ദിവസം നമ്മൾ വന്ന് അടുത്ത ഒരു പാലം കിടക്കാറായി, നദി കിടക്കണം. അപ്പോൾ ഇവിടെ മറ്റൊരു സ്ഥലമുണ്ട്, അപ്പോൾ ഇവിടേക്കൊന്ന് പോയി നോക്കാം. നാച്ചുറൽ സ്വിമ്മിംഗ് പൂൾ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. കണ്ടോ ഗൈസ്, ഇതാണ് നാച്ചുറൽ സ്വിമ്മിംഗ് പൂള്. കണ്ടില്ലേ, ഇവിടെ ഡ്രസ്സ് മാറാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. അതുവഴിയൊക്കെ ഇറങ്ങാം നമുക്ക്. കണ്ടില്ലേ, നല്ല പച്ച കളർ വെള്ളമാണ് ഇവിടെ. ഗൈസ് നല്ലൊരു വെള്ളച്ചാട്ടം അതുപോലെ നല്ലൊരു സ്വിമ്മിംഗ് പൂളും ഒരേ സമയം നമുക്ക് ആസ്വദിച്ച് കുളിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഇറങ്ങി കുളിച്ചാൽ മതി. ഒരു 100 രൂപ നമുക്ക് ലൈഫ് ജാക്കറ്റിന് കൊടുക്കണമെന്നുള്ളൂ. പക്ഷേ നല്ല അടിപൊളിയാണ് കേട്ടോ. കണ്ടില്ല, ഇവിടെയൊക്കെ നല്ല അത്യാവശ്യം നല്ല ആഴമുണ്ട്. ഇവിടെ നിന്നൊക്കെ പാറയുടെ മുകളിൽ നിന്നൊക്കെ എടുത്ത് താഴെ ചാടിയൊക്കെ കുളിക്കാം. നല്ല ആഴമുണ്ട്. അവിടെയൊക്കെ നല്ല പച്ച കളറിൽ കിടക്കുന്നുണ്ട്. നമുക്ക് ഈ ക്യാമറ കൂടെ കാണുമ്പോഴല്ല, നല്ല അടിപൊളി ആഴമാണ്, നല്ല പച്ച കളർ വെള്ളം. ഇനിയിപ്പോൾ സീസൺ അല്ലാത്തതുകൊണ്ട് വെള്ളം കുറവാണെന്ന് വേണമെങ്കിൽ പറയാം. കണ്ടില്ല, നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള വെള്ളമാണ് കേട്ടോ. ജാക്കറ്റ് ഇല്ലാതെ ഇതിനകത്ത് അലോഡല്ല. 100 രൂപ എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ജാക്കറ്റ് ഇട്ട് നമുക്ക് ഇവിടെ ഇറങ്ങി കുളിക്കാം. നല്ല അടിപൊളിയായിട്ട് നമുക്ക് നല്ല തണുത്ത വെള്ളത്തിൽ തന്നെ കുളിക്കാം. അവിടെ കണ്ടില്ലേ, എല്ലാവരും കുളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ എന്തായാലും റെസ്റ്റ് എടുക്കാൻ സമയം കിട്ടി. കുറച്ച് നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കപ്പലണ്ടിയും വെള്ളമൊക്കെ കുടിച്ചിങ്ങനെ റെസ്റ്റ് എടുക്കണം. അപ്പം ഇതല്ല ബ്ലൂ ലഗൂണും കുറച്ചപ്പുറം എന്നാണ് പറഞ്ഞത്. അങ്ങോട്ടേക്ക് പോകാൻ പറ്റുമെങ്കിൽ അവിടെയും പോകണം. ഇതാണ് കേട്ടോ അടുത്ത പാലം. കൊള്ളാം, കുറച്ചുകൂടെ നല്ല ക്വാളിറ്റിയുള്ള പാലമാണ്, കുറച്ചുകൂടെ സേഫാണ്. ഹാങ്ങിങ് ബ്രിഡ്ജാണ്, തൂക്കുപാലാണ് കേട്ടോ. ആടി പോകുന്നുണ്ട്, നല്ല രസമുണ്ട്. നല്ല കുത്തിനുള്ള കയറ്റമാണ്, അതും കയറി വേണം മുകളോട്ടിന് പോകാൻ. ഇതും ചെറിയൊരു റോഡ് ബ്രിഡ്ജാണ്, സിംഗിൾ റോഡ് ബ്രിഡ്ജാണ്, ചെറുതാണ്. പക്ഷേ ചെറുതായതുകൊണ്ട് തന്നെ ഒട്ടും അനക്കമില്ല, അത്യാവശ്യം നല്ല സ്ട്രോങ് ആണ് കേട്ടോ. ചെറിയ ഡിസ്റ്റൻസ് ഒന്നുമില്ല. കണ്ട കുഞ്ഞൊരു പട്ടിക്കുട്ടിയായിട്ട് പിള്ളേർ പോകുന്നുണ്ടല്ലേ. ഹലോ,
ഹലോ കണ്ടാ കുഞ്ഞു. ഇവിടെയാണ് നമുക്ക് അടുത്ത് റെയിൻബോ ഫാൾസ്. ഇവിടെ നിന്ന് 1 മണിക്കൂർ ട്രാവൽ ചെയ്ത് റെയിൻബോ ഫാൾസ് എത്തും. പിന്നെ സ്വിമ്മിംഗ് പൂൾ, ലഗൂഡ് എന്ന് പറയുന്ന സ്വിമ്മിംഗ് പൂള് 30 മിനിറ്റ്സ് ട്രാവലാണ് കേട്ടോ ഇവിടെ നിന്ന്. ഡബിൾ ഡക്കർ റോഡ് ബ്രിഡ്ജിൻ്റെ എൻട്രൻസിൽ ആണ് ഇപ്പോൾ നിൽക്കുന്നത്. എൻട്രൻസ് കഴിഞ്ഞത് ഉള്ളിലേക്ക് കയറി. ഇത് തന്നെയാണ് ഡബിൾ ഡക്കർ റോഡ് ബ്രിഡ്ജ്. ഇതാണ് കേട്ടോ ഡബിൾ ഡക്കർ റോഡ് ബ്രിഡ്ജ്. അപ്പോൾ ഇവിടെ ഗോപ്രോ അവരകത്ത് അലോ ചെയ്തില്ല, കാരണം 100 രൂപ കൊടുക്കണമെന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് ഞാൻ പിന്നെ ഗോപ്രോയിൽ എടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇതാ ഇങ്ങനെ കയറിയതാണ്. ഇതാണ് കേട്ടോ ലിവിങ് റോഡ് ബ്രിഡ്ജ്, ഡബിൾ ഡക്കർ റോഡ് ബ്രിഡ്ജ്. ഡബിൾ ഡക്കർ മേഘാലയയിൽ മാത്രമേ ഉള്ളൂ, അതായത് ഇത് മാത്രമേ ഉള്ളൂ ഇതുവരെ മേഘാലയയിൽ ഡബിൾ ഡക്കറായിട്ടുള്ളത്. ബാക്കിയൊക്കെ ഇനി വർക്കിംഗ് നടന്നുകൊണ്ടിരിക്കുന്നതാണ് പല സ്ഥലത്തും. ഇവിടെ കണ്ടില്ലേ ഒരുപാട് മീനുകളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് നാച്ചുറലായിട്ട് മീനുകളെ കൊണ്ടുള്ള തെറാപ്പി വരെ നമുക്കിവിടെ ചെയ്യാം. ഇതിൻ്റെ ഫുള്ള് മീനുകളാണ്. ഇത് ഇല വീണ് കിടക്കുന്നത് മാത്രമല്ല കേട്ടോ, മീനുകളുണ്ട്. സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. നമ്മൾ ഇവിടെ വെച്ച് പരിചയപ്പെട്ട ചേട്ടനാണ് കേട്ടോ, തമിഴ്നാട്ടിൽ നിന്ന് ഒന്നാണ്. തമിഴ്നാടല്ല, ബാംഗ്ലൂരാണ്. തമിഴ്നാട്ടുകാരനാണല്ലേ, തമിഴ്നാട്ടുകാരനാണ്. ബാംഗ്ലൂരിൽ നിന്നാണ് ഇവിടെ വരുന്നത് കേട്ടോ. ഇവിടെ റെയിൻബോ ഫാൾസിൽ കയറാൻ വേണ്ടി 50 രൂപയാണ് ടിക്കറ്റിൻ്റെ ചാർജ്. സോറി, റെയിൻബോ ഫാൾസ് അല്ല, നമ്മുടെ ഡബിൾ ഡക്കർ റോഡ് ബ്രിഡ്ജും റെയിൻബോ ഫാൾസിലേക്കൊക്കെ കയറാൻ വേണ്ടി. ഗൈസ് ഇതാണ് കേട്ടോ ലിവിങ് റോഡ് ബ്രിഡ്ജ് ഡബിൾ ഡക്കർ. നല്ല സ്ട്രോങ് ആണ് കേട്ടോ. കണ്ടില്ലേ, ഇതൊരു ബ്രിഡ്ജ്, അതിൻ്റെ താഴെയാണ് മറ്റേത്. കണ്ടോ, എനിക്ക് തോന്നുന്നത് ഈ കാണുന്നത് ഡബിൾ ഡക്കർ കഴിഞ്ഞ് ട്രിപ്പിൾ ഡക്കറിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണെന്നാണ് തോന്നണം കേട്ടോ. ഇത് പകുതിയിലുള്ളത് ഇതാണ് ആദ്യത്തത്. ഒന്ന് അതാണ്, 1, 2, അടുത്ത് 3-ാമത്തേൻ്റെ പണി നടക്കുകയാണ് കേട്ടോ ഇവിടെ. കൊള്ളാം. ഏകദേശം ഇങ്ങനെ കാടിനകത്തോട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഡബിൾ ഡക്കർ ബ്രിഡ്ജൊക്കെ കഴിഞ്ഞിട്ട് അടുത്ത് സ്വിമ്മിംഗ് പൂളിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്കും കോട്ടയത്ത് നിന്നുള്ള 3 പിള്ളേരതാ പരിചയപ്പെട്ടു. പിള്ളേരെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഇവരെല്ലാം അഡ്വക്കേറ്റ് ആണ് കേട്ടോ. കോഴിക്കോടിൽ നിന്നാണ് കേട്ടോ വരുന്നത്. കോഴിക്കോടിൽ നിന്ന് ഇവർ 3 പേരല്ലേ? 3 പേര്. മൊത്തം 4 പേരാണ് ഇവര്. ഓക്കെ 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 ഓക്കെ. എന്തായാലും കണ്ടതിൽ സന്തോഷം. ഓക്കെ, താങ്ക് യു. പേരെന്ന് പറഞ്ഞോ? അഫ്രിൻ, മുഹമ്മദ് അഫ്രിൻ. ഓക്കെ, മുഹമ്മദ് സാബിത്. ഓക്കെ ഓക്കെ ഓക്കെ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു, ബൈ, കാണാം. ഫുൾ മലയാളീസാണ്. ഓക്കെ, മനസ്സിലായി. ഞാൻ കണ്ടു, ഈ ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ ഞാൻ കണ്ടു. കണ്ടില്ലേ ഗൈസ്, ഒരു ഗ്രൗണ്ടൊക്കെ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. ഗോൾ പോസ്റ്റ് ഒക്കെ ഇരിക്കുന്നുണ്ട്. കണ്ട പോണ വഴിക്കണ്ട വരഞ്ഞ് അവശയായിട്ട് നയിക്കുന്നുണ്ട്. പേരെന്തായിരുന്നു? റൂബിൾ. ഓക്കെ, വരണില്ലേ? ഇരിക്കാനാ പരിപാടി. ഇനി 1.5 മണിക്കൂർ നടക്കണ്ടേ? അപ്പൊ നടക്കല്ലേ? അതെ, വാ പോവാം. നല്ല ഹോണ്ടിങ് ആയിട്ടുള്ള പ്ലേസ് ആയിട്ട് തോന്നുന്നില്ലേ ഗൈസ്? നല്ല അടിപൊളി പീസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറും ഈ ഒരു കാടും. പക്ഷെ ഒട്ടും മൃഗങ്ങളില്ലാത്തതുകൊണ്ട് നമ്മൾ സേഫാണ് ഇവിടെ. സത്യം പറഞ്ഞാൽ നമുക്ക് കാട്ടിലെ മൃഗങ്ങളെ പേടിക്കേണ്ട ആവശ്യമില്ല, നാട്ടിലെ മനുഷ്യരാണ് പേടിക്കേണ്ടത്. അതാ നമ്മൾ വീണ്ടും അടുത്തൊരു ഹാങ്ങിങ് ബ്രിഡ്ജിലേക്ക് കയറിയിട്ടുണ്ട്. ഇത് ഇരുമ്പ് പാലമാണ്. അപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ ആ കാലാവസ്ഥയൊക്കെ കുറച്ച് മങ്ങി വന്നിട്ടുണ്ട്, വെയിലൊക്കെ മാറി നല്ലൊരു കൂളായിട്ടുള്ളൊരു ക്ലൈമറ്റിലേക്ക് എത്തി. നമ്മളത് ഇതുവഴിയാണ് കേട്ടോ ഇങ്ങനെ നടന്നു പോകേണ്ടത്. കണ്ടോ, ഇതുവഴി ഇങ്ങനെ അപ്പുറത്ത് പോകണം. ഇതുവഴിയൊക്കെയാണ് നമുക്ക് മേളിലേക്ക് വലിഞ്ഞ് കയറേണ്ടത്. ഞാനങ്ങനെ അടുത്ത ചെക്ക് പോയിന്റ് എത്തിയിട്ടുണ്ട്. ചെക്ക് പോയിന്റ് അല്ല, അടുത്ത സ്ഥലം വാട്ടർഫോൾസ്, ലഗൂൺ വാട്ടർഫോൾസിലേക്ക് എത്തിയിട്ടുണ്ട്. ഗൈസ് ഇതാണ് കേട്ടോ നമ്മുടെ പൂള്. ഇസ് ഇറ്റ് ബ്ലൂ ലഗൂൺ?
ഇവർ പറയുന്ന ബ്ലൂ ലഗൂൺ ഇതാണ് കേട്ടോ. മാപ്പിൽ കാണിക്കുന്നത് നമ്മൾ ആദ്യം കണ്ട ബ്ലൂ ലഗൂൺ. അപ്പോൾ രണ്ടിനെയും നമുക്ക് ബ്ലൂ ലഗൂൺ എന്ന് വിശേഷിപ്പിക്കാം. ഈ യാത്രയിൽ ബ്ലൂ ലഗൂൺ 1ഉം 2ഉം ഞാനങ്ങനെ കണ്ടില്ലേ ഗൈസ്. ഇങ്ങനെ ബ്ലൂ ലഗൂണിൻ്റെ രണ്ടാമത്തെ ബ്ലൂ ലഗൂണിലാണ് ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത്. ചെറിയ മഴ പെയ്യുന്നുണ്ട്, എന്നാലും കൊള്ളാം. മഴയത്ത് ഈ ഒരു കുളിയൊക്കെ അടിപൊളിയാണ് കേട്ടോ ഗൈസ്. കുളിക്കുന്നവരുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ നല്ല തണുപ്പാണ്, നല്ല തണുത്ത വെള്ളം. പിന്നെ എനിക്ക് തോന്നുന്നു ഇത് അത്യാവശ്യം കൊള്ളാം, നല്ല പച്ച കളറൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടത്തെക്കാളും ആഴക്കൂടുതൽ നമ്മൾ ആദ്യം കണ്ട അവിടെ തന്നെയാണെന്ന് തോന്നുന്നത്. കാരണം അവിടുത്തെ ആ ഒരു വ്യൂ ഒക്കെ അടിപൊളിയാണ്. ഇവിടെയും കൊള്ളാം, മോശമൊന്നുമല്ല, നല്ല സെറ്റ് ഫാൾസാണ്. പക്ഷേ ഇതിനേക്കാളും കുറച്ചുകൂടെ ഹൈറ്റുള്ള ഫാൾസ് അവിടെ തന്നെയാണ്. എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് അവിടെ തന്നെയാണ് കേട്ടോ. ഐസ് ഇവിടെയൊക്കെ നല്ല ബ്ലൂ കളറിലുള്ള വെള്ളമാണ് കേട്ടോ. അതാ മഴയൊക്കെ പെയ്യുന്നുണ്ട്. ഗൈസ് ഇവിടെ നിന്ന് നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള വെള്ളമാണ് കേട്ടോ. കണ്ടില്ലേ, ഇവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് ദൂരം പോകുമ്പോൾ തന്നെ ഫുള്ളൊരു നീല കളറിലേക്ക് മാറും. ഫുള്ളൊരു ബ്ലൂ ലഗൂൺ എന്ന് പറയുന്നത് അതാണ്. നീല കളറുള്ള എല്ലാ ജലാശയങ്ങളെയും ഇവർ ബ്ലൂ ലഗൂൺ വാട്ടർഫോൾസ് അല്ലെങ്കിൽ ബ്ലൂ ലഗൂൺ സ്വിമ്മിംഗ് പൂൾസ് എന്നാണ് പറയുന്നത് കേട്ടോ. ഇതാ ബ്ലൂ ലഗൂൺ കണ്ടു. ഇനി ഞാൻ ഇവിടെ നിന്ന് റെയിൻബോ ഫാൾസിലേക്കൊന്നും പോകുന്നില്ല. കാരണം കണ്ടില്ല, നല്ല മഴ പെയ്യാൻ തുടങ്ങി. ഇവിടെ ഫുള്ള് മഴയാണ്. ഇപ്പോൾ തന്നെ സമയം 2 മണിയായിട്ടുണ്ട്. ഇനി ഞാൻ നേരെ തിരിച്ച് പോകാനുള്ള പരിപാടിയിലാണ്. റെയിൻബോ ഫാൾസ് കണ്ടാലും ഇതുപോലെ ഇതിനേക്കാളും വലിയൊരു ഫാൾസ് നടുവിൽ ഇതുപോലൊരു ബ്ലൂ ലഗൂൺ പോലത്തെ ഒരു സംഭവം, അത്യാവശ്യം ആഴമൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. ഞാൻ എന്തായാലും വാട്ടർഫോളിൽ കയറി തിരിച്ചതാ നടക്കുകയാണ് കേട്ടോ. എന്തായാലും ഞാൻ റെയിൻബോ ഫാൾസിലേക്ക് പോകുന്നില്ല, തിരിച്ച് വന്ന വഴി വീണ്ടും എൻട്രൻസിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മളിതാ തിരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേസ്. ഉണ്ടല്ലേ, ഇപ്പോൾ മഴയൊക്കെ മാറിയിട്ടുണ്ട്. ഞാൻ കോട്ടൊക്കെ എടുത്ത് മാറ്റി കണ്ടോ കേസ്. ഇത്രയും ദുഷ്കരമായൊരു സ്ഥലത്തൂടെ ഇവിടുത്തെ ഗൈഡ് കണ്ടല്ലോ, ഒരു കുഞ്ഞുവാവെ തോളിലേറ്റിക്കൊണ്ട് വന്ന കണ്ടില്ലേ. കണ്ടോ, ഗൈഡിനെ കൊണ്ട് അങ്ങനെയുള്ള ഉപകാരങ്ങളൊക്കെ കണ്ടോ. കുഞ്ഞുവാവെ കണ്ടോ. ഹലോ ഗൈസ്. അങ്ങനെ നടക്കാൻ തുടങ്ങിയപ്പോൾ നല്ല ഹെവി മഴയായിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ താണ്ട് ഇവിടെ ഒരു വീടും കടയൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. കണ്ടില്ലേ, ഹെവി മഴ. ഹായ്, വാട്ട്സ് യുവർ നെയിം? യു ഡോണ്ട് നോ ഇംഗ്ലീഷ്? ഓക്കെ. ഹൗ ഈസ് ദ ക്ലൈമറ്റ് ഇൻ ചിറാപുഞ്ചി? മഴ എന്നാ, റെയിനിങ് എന്നാ? റെയിനിങ്, തോടാ റെയിൻ എന്നാ? എന്താ, ഇവിടുത്തെ ഒരു സുന്ദരി കുട്ടിയാണ് കേട്ടോ. ഞാനിവിടെ ഒതുങ്ങി നിന്ന് ആ ഒരു സ്ഥലത്ത് കണ്ടില്ലേ, ഇവിടെ അടുത്ത് അവർ ഇരിക്കാൻ പറഞ്ഞു. ഇവിടെ ബെഞ്ചൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് കുഞ്ഞു വാവയാണ് കണ്ടോ. ഹായ് ബോലോ, ഹായ് ഹായ്. നല്ല മഴ, പുറത്തുണ്ടല്ലേ, പുറത്തെ കാഴ്ച ഉണ്ടോ? നല്ല ഹെവി മഴയാണ് കേട്ടോ. ഹെവി മഴ, അടിപൊളി മഴ. ചേട്ടൻ അവിടേക്ക് എങ്ങ് വന്നോ? ആ ചേട്ടൻ അവിടെ അപ്പുറത്ത് കുറച്ച് നേരമായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങോട്ട് വരാമോ? മലയാളിയാ? ഓക്കെ 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 ഓക്കെ. ഐ ആം ഫ്രം കേരള. ഓക്കെ. ഗൈസ്, ചിറാപുഞ്ചിയിലും മഴ പെയ്യുന്ന കണ്ടിട്ടുണ്ടോ? എന്നാ കണ്ടോ, ഹെവി മഴ, ഹെവി മഴ. എപ്പോൾ മഴ പെയ്യുന്ന പറയാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു ക്ലൈമറ്റ്. ഗൈസ്, ഞാൻ ഇവിടെ നിന്ന് കപ്പണ്ണി കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഇവിടുത്തെ കൊച്ചിനും കൊടുത്തു. ഇവരുടെ ക്യാമറ ചാർജിന് ഇട്ടാൻ വേണ്ടി ഉള്ളിലിട്ടിട്ടുണ്ട്. ഇവിടെ കറണ്ട് ഇപ്പോൾ പോയി എന്നിട്ട് മഴ പെയ്തപ്പം. മഴ കുറച്ച് തുറന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഇറങ്ങാൻ വേണ്ടി പോവാം. എന്തായാലും കറണ്ടും ഇല്ല. ഗൈസ്, അങ്ങനെ വന്നിട്ട് ചിറാപുഞ്ചിയിലെ മഴയും കണ്ടു. വീണ്ടും നമ്മൾ ആദ്യം ഇറങ്ങിയ ആ ഒരു ചെക്ക് പോയിൻ്റ് അവിടെ എത്തി. ഇനി കുത്തനുള്ള കയറ്റമാണ്. ഇതുപോലെ സ്റ്റെപ്സ് കുത്തനുള്ള കയറ്റം കയറി ഈ ഒരു റൗണ്ട് കൂടെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സക്സസ്ഫുള്ളി ഫിനിഷ് ചെയ്തു. ഗൈസ്, ഇപ്പോൾ 4:30 ആയിട്ടുള്ളൂ. ഈ വ്യൂ നിങ്ങൾ കണ്ട എന്താ അടിപൊളിയല്ലേ, ഫുൾ കോടയാണ്. നമ്മുടെ നോൺ ഗ്രേറ്റ് എന്ന് പറയുന്ന ആ ഒരു വില്ലേജ് എന്ന് പറയുന്നത് അവിടെയാണ്. നമ്മൾ അവിടെ നിന്നൊക്കെയാണ് വന്നത്. കണ്ടില്ലേ, അവിടെയൊക്കെ നൈറ്റ് സ്റ്റേ എന്ന് പറയുന്നത് അടിപൊളി ഒരു എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും. കണ്ടോ, ഇനിയും കുറച്ചധികം സ്റ്റെപ്സ് നമുക്ക് മുകളിലേക്ക് കയറാനുണ്ട്. കണ്ടോ, ഇങ്ങനെയാണ് കേട്ടോ ഇവർ സാധനങ്ങളെല്ലാം താഴേക്ക് കൊണ്ടുപോകുന്നത്, ചാക്കിൽ കെട്ടിയിട്ട്. അങ്ങനെ അറ്റം വരെ നമ്മൾ നടന്നു വന്ന വഴി മൊത്തം ഇവർക്ക് ഇങ്ങനെ കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്.
പിന്നെ സ്ട്രെച്ചറൊക്കെ ഉണ്ട് കേട്ടോ, ആൾക്കാർക്ക് വയ്യാത്ത ആൾക്കാർക്ക് നടക്കാൻ പറ്റാത്തവർക്ക് എടുത്തുകൊണ്ട് പോകാൻ വേണ്ടി രണ്ടുപേരും ഇങ്ങനെ ഇതുപോലെ സ്ട്രെച്ചറിൽ എടുത്തുകൊണ്ട് പോകും. ഗൈസ് അങ്ങനെ ലാസ്റ്റ് നമ്മൾ എൻട്രൻസിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. കറക്റ്റ് 5 മണിയായപ്പോൾ തന്നെ ഇവിടെ എത്തി. 3.25 മണിക്കൂർ വീണ്ടും അവിടെ നിന്ന് തിരിച്ചു നടന്നിട്ടാണ് ഇവിടെ എത്തിയത്. ഗൈസ് അങ്ങനെ ഒരു അടിപൊളി ട്രക്കിംഗ് ആയിരുന്നു കേട്ടോ കഴിഞ്ഞത്. ഗൈസ് അങ്ങനെ ഞാനിപ്പോൾ ടിർണ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും അവിടെ നിന്ന് കുറച്ച് ദൂരം നടന്നു. പിന്നെ അവിടെ നിന്നൊരു ട്രാവലറിൽ ലിഫ്റ്റ് അടിച്ചു. ബാംഗ്ലൂരിൽ നിന്നുള്ള ഒരു 7 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പായിരുന്നു കേട്ടോ. നല്ല കമ്പനിയായിരുന്നു. അവർ ലിഫ്റ്റൊക്കെ തന്നിങ്ങനെ വരുമായിരുന്നു. അപ്പോൾ തന്നെ നേരെ ഇരുട്ടി. പിന്നെ ഭയങ്കരമായിട്ട് മിസ്റ്റൊക്കെ ആയിട്ട് റോഡൊന്നും കാണാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു മിസ്റ്റ് ആയിരുന്നു കേട്ടോ. അങ്ങനെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അവരിപ്പോൾ ഞാൻ താമസിക്കുന്ന താമസിച്ചുകൊണ്ടിരുന്ന ഹോം സ്റ്റേ അടുത്തില്ലേ, സൊഹ്റ എന്ന് പറയുന്ന ടൗണിൽ എന്നെ ഇപ്പോൾ ഇറക്കിയിട്ടുണ്ട്. തിരിച്ച് ഞാൻ ടൂറിസ്റ്റ് അപ്പാർട്ട്മെൻറ്റിൽ എത്തിയിട്ടുണ്ട്. റിനാമി ടൂറിസ്റ്റ് അപ്പാർട്ട്മെൻറ്റ് ചിറാപുഞ്ചിയിലെ സൊഖ്ര എന്ന് പറയുന്ന ഒരു പട്ടണത്തിൽ ആ ഒരു ജംഗ്ഷൻ്റെ അടുത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ ചോദിച്ചപ്പോൾ ഇവിടെ താമസിക്കാൻ പറ്റില്ലെന്നാണ് പറഞ്ഞത്. ഇന്ന് ആദ്യം ഇപ്പോൾ വന്ന് കയറിയപ്പോഴും അങ്ങനെ സംസാരിച്ചു, ഇവിടെ താമസിക്കാൻ പറ്റില്ല, ഒരു ദിവസത്തേക്കാണ് അലോ ചെയ്തതെന്ന്. അപ്പോൾ ഞാൻ വീണ്ടും ഇങ്ങനെ കൂടുതലായിട്ടൊന്ന് സംസാരിച്ച് നോക്കി. എൻ്റെ യൂട്യൂബ് ചാനലിലെ കാര്യം അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും പുള്ളി ഓക്കെ പറഞ്ഞു. അതായത് അടുത്ത ദിവസം നാളെ രാവിലെ ഏർലി മോർണിംഗ് ഒരു 6 മണിക്കുള്ളിൽ ഞാൻ അവിടെ നിന്ന് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഇന്നത്തെ ദിവസത്തെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വരുന്നു. അപ്പോൾ ഈ വീഡിയോ ഞാൻ എന്തായാലും ഇവിടെ വെച്ച് എൻഡ് ചെയ്യാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. അതായിരിക്കും ബൈ ഫ്രം എക്സോട്ടിക് ബീസ്റ്റ്.